നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആൾക്കൂട്ടത്തിൽ ചില നിലപാടുകൾ, അനുഭവങ്ങൾ. ഇന്നത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകൾ തന്നെയാണ് നിയന്ത്രിക്കുന്നതും പരിപാടി അവതരിപ്പിക്കുന്നതും എല്ലാം. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ പേര് മാറ്റി എഴുതിയിരുന്നിടത്തതൊന്നും ഒളിച്ചു വായിച്ചിരുന്നിടത്തതൊന്നുമെല്ലാം വെളിച്ചപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അഭിമാനത്തോടെ ഞാനൊരു എഴുത്തുകാരിയാണ് എന്ന് പറയാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടിക്ക് ഇന്ന് പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ പ്രൊഫസർ കുസുമൻ ജോസഫ് എത്തിയിട്ടില്ല, ആള് വഴിയിലാണ്, എത്തും. കുസുമൻ ജോസഫ് എഴുത്തുകാരിയാണ്, സാംസ്കാരിക സാമൂഹിക പ്രവർത്തകയാണ്, വളരെ നല്ലൊരു സുഹൃത്തു കൂടെയാണ്. കുസുമൻ ടീച്ചറെ എന്നാണ് പരിചയപ്പെട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എപ്പോഴോ പരിചയപ്പെട്ട ഒരാൾ. പിന്നെ ഇന്ന് വരെ ആ ബന്ധം വളരെ നല്ല രീതിയിൽ തുടർന്നു പോകുന്നു. കുസുമൻ ടീച്ചർ അഭാവത്തിലും കുസുമൻ ടീച്ചറെ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഡോക്ടർ സരസ്വതി ഷംസുദ്ദീൻ. സരസ്വതി ചേച്ചി അല്ലെങ്കിൽ സരസ്വതി ടീച്ചറെ പരിചയപ്പെടുത്താൻ വളരെയധികം സന്തോഷമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഷംസുദ്ദീൻ, അങ്കണം ഷംസുദ്ദീൻ, ഷംസുക്ക നിങ്ങളെല്ലാവരും അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ടൊരു സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അങ്കണം സാഹിത്യ ക്യാമ്പിലാണ്. അന്ന് തലേ ദിവസം ഞങ്ങളുടെ അടുത്ത് ഷംസുദ്ദീൻ സാർ പറയുകയാണ്, നിങ്ങളുടെയൊക്കെ കവിത നാളെ നോക്കാൻ വരുന്നത് ആരാന്നറിയോ? പുലിയാണ്. സ്വന്തം ഭാര്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുലിയാണ് നാളെ വരിക, നിങ്ങൾ ആ സംസാരമൊക്കെ ഒന്ന് കേൾക്കണം, തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമാവും. അപ്പോ എൻ്റെ അടുത്തിരിക്കുന്ന വേറൊരു വ്യക്തി പറയാണ്, ആരാന്നറിയാമോ ഈ സരസ്വതി ടീച്ചർ? ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അക്കാദമിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ പറയണ ഷംസുദ്ദീൻ സാറിന്റെ വൈഫാണെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് ടീച്ചറെ കാണുന്നത്. ടീച്ചറും വളരെ സ്നേഹമയി ആയിട്ടുള്ള ഒരാളാണ്. ആദരവോടെ സ്നേഹത്തോടെ സരസ്വതി ടീച്ചറെ നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ മാനസി ചേച്ചി, മാനസി ചേച്ചിയായിട്ട് മെസ്സഞ്ചറിലടക്കമൊക്കെ ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്. വളരെ കുറച്ച് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. ടീച്ചർ നല്ലൊരു എഴുത്തുകാരിയാണ്. വളരെ നമുക്ക് വായനയിൽ ഒഴുകി പോകുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് ടീച്ചറുടെ എഴുത്ത്. മാനസി ടീച്ചറെ സ്നേഹത്തോടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് രാജലക്ഷ്മി മാനവി, നമ്മുടെ സാഹിതിയുടെ സുഹൃത്തും വേണമെങ്കിൽ ചില നേരത്തൊക്കെ ഒരു വഴികാട്ടിയും ഒക്കെ ആയിട്ട് നമ്മളെ നയിക്കുന്ന രാജലക്ഷ്മി ചേച്ചിയെ സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജകുമാരി വിനോദ്, സാഹിതിയുടെ വെളിച്ചം. രാജകുമാരി വന്നു കഴിഞ്ഞാൽ ഒരു പ്രഭാപൂരിതമാവും അന്തരീക്ഷം. കുറച്ച് വൈകിയപ്പോൾ പേടിച്ചു പോയി, വരില്ലേ എന്ന്. പക്ഷെ ബ്ലോക്ക് കാരണം വൈകിയതായിരിക്കും എന്ന് തോന്നുന്നു. രാജകുമാരി നല്ലൊരു എഴുത്തുകാരിയാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്, വളരെ നല്ലൊരു വായനക്കാരിയാണ്. രാജകുമാരിയെ ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. മോഡറേറ്റർ എന്ന നിലയിൽ ഇനി, അല്ലെങ്കിൽ അധ്യക്ഷ എന്ന നിലയിൽ ഇനിയും എനിക്ക് അവസരം കിട്ടും. ഇന്ന് നമ്മുടെ വീട്ടുകാര്, ആതിഥേയരല്ല സംസാരിക്കേണ്ടത്, അതിഥികളാണ് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അതിഥികളുടെ വാക്കുകളിലേക്ക് ചെവിയോർക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സരസ്വതി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സംഭാഷണത്തിനായി. നമുക്ക് നല്ലൊരു കൗൺസിലിംഗ് ക്ലാസ് ആണല്ലേ കിട്ടിയത് ടീച്ചറുടെ കയ്യിൽ നിന്ന്. സാഹിതിയിലൊരു കൗൺസിലിംഗ് ക്ലാസ് വെക്കാം നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു ക്ലാസ്സാണ് ഇപ്പം കിട്ടിയത്. മനുഷ്യന്റെ, നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് നല്ല തണുത്ത മഞ്ഞുതുള്ളികളായിട്ട് പെയ്തിറങ്ങി ടീച്ചറിന്റെ വാക്കുകൾ. സ്നേഹിക്കാം നമുക്ക്, എല്ലാം മറന്ന്, സ്നേഹമാണ് ഏറ്റവും വലുത്. അതാണ് ടീച്ചർ പറഞ്ഞു വെച്ചത്. പിന്നെ ടീച്ചർ ചോദിച്ചു ഞാൻ എന്ത് നേടിയെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് എഴുത്തുകാരെ
ടീച്ചറും ഷംസുക്കയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് എഴുതി തുടങ്ങുന്നവരെ കൈ പിടിച്ച് ഇതിലേ എന്ന് പറഞ്ഞ് നടത്തി. ഇന്നിപ്പോ ആ ഒരു അങ്കണത്തിന്റെ ക്യാമ്പുകളില്ലാത്തതൊക്കെ വളരെ വലിയൊരു നഷ്ടമാണ് നമുക്ക്. ഞാനൊക്കെ എഴുതി തുടങ്ങിയ കാലം എൻ്റെ ജനറേഷനിലുള്ള ഒരുപാട് പേര്, റീബ പോള്, അതേപോലെ ഞാൻ കുറെ പേരെ പരിചയപ്പെട്ടത് അങ്കണത്തിൽ വെച്ചിട്ടാണ്. ശ്രീജിത്ത് അരിയല്ലൂര്, അതുപോലെ കുറെ പേരുണ്ട്, ശരത് ബാബു ദച്ചമ്പാറ, അങ്ങനെ നന്നായി എഴുതുന്ന കുറെ പേര്, തൃശ്ശൂരത്തെ തന്നെ. അങ്ങനെയുള്ളവരെ ഓരോ ക്യാമ്പിലേക്കും അങ്ങനെ ഉള്ളവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട മാർഗം, വലിയ ആളുകളാണ് ക്ലാസ് എടുക്കാൻ വരിക. അവര് എങ്ങനെയാണ്, എന്താണ് പുതിയ സാഹിത്യത്തിന്റെ തലങ്ങളെ കുറിച്ചിട്ട്, മറ്റു വിദേശ രാജ്യങ്ങളിലെ സാഹിത്യത്തെ കുറിച്ചിട്ട്, ബംഗാളി സാഹിത്യത്തെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, വളരെ വിലപ്പെട്ട വിജ്ഞാനപ്രദമായിട്ടുള്ള ക്യാമ്പുകളായിരുന്നു അത്. അപ്പൊ എന്ത് നേടി എന്ന ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല, വളരെയധികം നേടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ക്ലാസ്സും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട കുസുമ ടീച്ചറാണ്. കുസുമ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചരിത്രമായിട്ട് എഴുതപ്പെടുകയും നാവുകൾ കെട്ടിയിടാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത്ര പെട്ടെന്നൊരു മാറ്റം നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ശരിക്ക് സഹോദരന്മാരുടെ ആണഹന്തയുടെ ആ ഒരു തിക്താനുഭവം വളരെ ചെറുതിലെ മുതൽ അനുഭവിക്കുകയും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. കുടുംബങ്ങൾക്ക് അകത്ത് മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി വരുന്ന പുതിയ കുട്ടികൾ രക്ഷിതാക്കളാവുമ്പോൾ ഒരു പക്ഷെ മാറ്റം സംഭവിക്കുമായിരിക്കും. അതാണ് പ്രതീക്ഷ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അനുഭവിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വതന്ത്രത്തോടു കൂടെ വളർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഉണ്ടായില്ല. 2 ആൺകുട്ടികളാണ് ഉണ്ടായത്. പക്ഷെ അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന, ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കൂടെ എന്നെക്കാളും മുമ്പ് അവർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്ലേറ്റ് കൂടെ അവരെടുത്തോണ്ട് പോയിട്ട് കഴുകും. അങ്ങനത്തെ ഒരു ഇതിലേക്കാണ്. അങ്ങനെ വീടുകളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഈ കുസുമ ടീച്ചർ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വീടുകളിൽ നിന്ന് ഓരോ കുട്ടികളെയും, അത് ആണായാലും പെണ്ണായാലും, സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തം ബാത്റൂം കഴുകാൻ, സ്വന്തം ഇന്നർവെയർസ് കഴുകാൻ, അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് അവർക്ക് വേറെ ആരും വന്ന് പുറത്ത് പറഞ്ഞു പഠിപ്പിക്കൊന്നുമില്ല. എന്തായാലും വളരെ നന്നായി സംസാരിച്ചു ടീച്ചർ, നന്ദി. അടുത്തതായി മനസ്സ് ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി മനസ്സ് ചേച്ചി, വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു. നമുക്കറിയാം കേരളമല്ല നോർത്ത് ഇന്ത്യ എന്നുള്ളത്. കേരളം നോർത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മുൻപിലാണുള്ളത്. ഇനിയും 2 പേരും കൂടെ സംസാരിക്കാനുണ്ട്. അടുത്തതായി രാജലക്ഷ്മി ചേച്ചിയെ ക്ഷണിക്കുന്നു. നന്ദി രാജലക്ഷ്മി ചേച്ചി. രാജലക്ഷ്മി ചേച്ചി സ്വന്തം അനുഭവങ്ങളായിട്ടാണ് നമ്മളോടൊപ്പം കൂടിയത്. അടുത്തതായി രാജകുമാരി.